സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനം. 1.43 മീറ്റർ വീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. 2027 ആദ്യ ട്രെയിൻ പുറത്തിറക്കാമെന്നാണ് പ്രതീക്ഷ. സ്റ്റാൻഡേർഡ് ഗേജ് വന്ദേ ഭാരത് എത്തിയാൽ സിൽവർ ലൈൻ പദ്ധതി നേടാമെന്ന കണക്കുകൂട്ടലിലാണ് കേരളം. സുമോദ് കൂടുതൽ വിശദാംശം. ധന്യ, ഇപ്പോൾ നേരത്തെ KR സാജു പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അനുമതി നൽകാതിരിക്കാൻ, കേരയിൽ പദ്ധതിക്ക് അനുമതി നൽകാതിരിക്കാൻ, സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകാതിരിക്കാൻ കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം സ്റ്റാൻഡ് അലോൺ പാത അനുവദിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ഒരു പ്രത്യേക ഡെഡിക്കേറ്റഡ് പാത വേണമെങ്കിൽ കേരളം തന്നെ നിർമ്മിച്ചോട്ടെ. കാര്യം നിലവിൽ റെയിൽവേക്ക് ഈ ബ്രോഡ് ഗേജ് പാതയിൽ ഓടിക്കാനുള്ള ട്രെയിനുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വന്ദേ ഭാരത് ഉൾപ്പെടെ ഓടാനുള്ള ഒരു സംവിധാനം വേണം, ആ ചരക്ക് തീവണ്ടികൾ ഓടാനുള്ള സംവിധാനം വേണം. അതുകൊണ്ട് ബ്രോഡ് ഗേജ് പാത നിർമ്മിച്ച് അങ്ങനെ ഒരു പ്രത്യേക പാതയിലൂടെ റെയിൽ പദ്ധതി നടപ്പാക്കട്ടെ എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ റെയിൽ ഈ ബ്രോഡ് ഗേജിൽ തട്ടിയാണ് ഇതുവരെ നിന്നിരുന്നത്. അതിന് ഒരു കുരുക്ക് അഴിയാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇപ്പോൾ തെളിയുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായി തീവണ്ടികൾ സ്റ്റാൻഡേർഡ് ഗേജിൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇത് ചെന്നൈയിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. 2027 ആദ്യ ട്രെയിൻ പുറത്തിറക്കാം എന്നാണ് കരുതിയിരിക്കുന്നത്. നിലവിലെ ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് തന്നെ 1.676 മീറ്ററാണ് വീതിയിലുള്ളത്. അതേസമയം സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിനിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് 1.435 മീറ്റർ വീതിയിലേക്ക് ചുരുങ്ങും. അതുകൊണ്ട് സ്വാഭാവികമായും കേരയിൽ ഉൾപ്പെടെയുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഗേജിലൂടെ ഈ വന്ദേ ഭാരത് നിർമ്മിക്കുമ്പോൾ ആ ട്രെയിനുകൾ ഓടാൻ കഴിയും. അതോടുകൂടി കേന്ദ്രത്തിന്റെ ഒരു നിബന്ധന ഈ സ്റ്റാൻഡേർഡ് ഗേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ കേരയിൽ പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. ഈ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഇതിൽ സ്റ്റാൻഡേർഡ് ഗേജ് പാത നിർമ്മിക്കുന്നത്. ഈ പദ്ധതി ആദ്യം വരുന്നത് ഈ ഡൽഹിയിലെ പരിസര പ്രദേശങ്ങളിലും ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഗേജ് പദ്ധതിയാണ്. പക്ഷേ ഇതിനകം തന്നെ കർണാടകവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ സ്റ്റാൻഡേർഡ് ഗേജിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. കേരളവും ഇത്തരത്തിലുള്ള താല്പര്യം കേരയിൽ മുഖേന അറിയിക്കുകയാണെങ്കിൽ ഇതിന് അനുമതി കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തടസ്സമായി കിടക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കുരുക്കഴിക്കാനായിട്ട് ഈ ഇന്ത്യൻ റെയിൽവേ തന്നെ സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിൻ നിർമ്മിക്കുന്നു എന്നുള്ളത് ഒരു ശുഭകരമായ വാർത്ത തന്നെയാണ്. ശരി, ധനസുബോധ KV തോമസ് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. ശ്രീ KV തോമസ്, ഇവിടെ കേരളവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം MP ഗോവിന്ദന്റെ പ്രസ്താവന നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ നടക്കില്ല, കേന്ദ്രാനുമതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക എന്നൊരു കാര്യത്തിൽ വലിയ ചർച്ച നടക്കുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് താങ്കൾ അറിയുന്നത്? നമ്മൾ ആദ്യം മുതൽ നമുക്കൊരു ഹൈസ്പീഡ് പാസഞ്ചർ റെയിൽവേ സിസ്റ്റം വേണം. അതിന്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് മെട്രോ ശ്രീധരന്റെ പ്രപ്പോസൽ വന്നത്. ഇതിനിടയിൽ അർബൻ മിനിസ്ട്രി അവരൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. ആ പ്രപ്പോസല് നമ്മുടെ എയർപോർട്ടുകളെയും പ്രധാന നഗരങ്ങളെയും ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റെയിൽവേ സിസ്റ്റം, അത് അർബൻ മിനിസ്ട്രിയാണ് അത് അപ്രൂവ് ചെയ്യേണ്ടത്. അർബൻ മിനിസ്റ്റർ കൊച്ചിയിൽ വന്നപ്പോഴത്തെ ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു നോട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പമാണ് ഈ പുതിയ ചില നിർദ്ദേശങ്ങൾ വരുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 പ്ലസ് പോയിന്റാണ്. ഒന്ന്, കേരളത്തിൽ ഇത് സക്സസ്ഫുൾ ആണ്, ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം സക്സസ്ഫുൾ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. 2, നമുക്ക് ടെക്നോളജി, ഏറ്റവും ആധുനികമായ ടെക്നോളജിയാണ് നമ്മൾ ചോദിക്കുന്നത്. അതിൽ ഏറ്റവും വിജയപ്രദമായി നടന്നത് 3-in-1 എന്നുള്ള മെട്രോ സിസ്റ്റം കൊച്ചിയിൽ വന്നത്. വാട്ടർ മെട്രോ, റോഡ് മെട്രോ, റെയിൽ മെട്രോ വളരെ സക്സസ്ഫുൾ ആയിട്ട്. അതിനെ തുടർന്നാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തി നമുക്കൊരു ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ വരുന്ന പ്രപ്പോസൽസ് വരുമ്പോൾ ടെക്നോളജി അവൈലബിൾ ആണ്, ഫണ്ടും അവൈലബിൾ ആണ്. ഫണ്ടിന്റെ പ്രശ്നമില്ല. ആദ്യം മുതലേ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതായാലും അനുകൂലമായ തീരുമാനം വരട്ടെ എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോ കേന്ദ്ര അനുമതി നിഷേധിച്ചൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും? പുതിയ മാർഗങ്ങൾ അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ പ്രപ്പോസൽ ഉണ്ടല്ലോ, അത് വന്നിട്ടൊരു 3 മാസമായിട്ടുള്ളൂ. അവര് പറഞ്ഞത് എയർപോർട്ടുകൾ പ്രധാന നഗരങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട്
സംവിധാനം ഉണ്ടാക്കാം. അതിപ്പോ പക്ഷേ സ്റ്റേറ്റ് ഇതിലൊന്ന് അയയാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പദ്ധതിയിൽ മാറ്റം സംബന്ധിച്ച ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രിയാണ് അത് മറുപടി. ഇന്നലെ സെക്രട്ടറി അത് തന്നെയാണ് പറഞ്ഞത്, സർക്കാർ അത് പറയുന്നു. പക്ഷെ ഞാൻ താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയായിരുന്നു. അതെ, ഞാൻ പറഞ്ഞ അതിന്റെ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരാണിത് പരിശോധിച്ചിട്ട് കേരളത്തിന് ഏറ്റവും ഉചിതമായ, നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അത് കേരളത്തിന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വന്ദേ ഭാരതത്തിന് അക്സെപ്റ്റ് ചെയ്തതോടുകൂടി ഒരു കൊച്ചി മെട്രോ വിജയപ്രദമായിട്ട് മാറി. ഇത്രയൊക്കെ വിജയപ്രദമായ സാഹചര്യത്തിൽ നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം ഏറ്റവും ആധുനിക ടെക്നോളജിയോടുകൂടി വരണം. ഇതാണ് നമ്മുടെ ബേസിക്. അല്ല, അതാണ് അതിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും സ്റ്റേറ്റ് തയ്യാറാവും എന്നുള്ളതാണ്. അത് പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താണ് സ്റ്റേറ്റിന് ഗുണകരമായത്, ഏറ്റവും ഗുണകരമായി, അതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയും. താങ്ക് യു ശ്രീ കെ വി തോമസ് പ്രതികരിച്ചതിന്.